പി ശ്രീനിവാസൻ, താങ്കൾ പുറത്തുവരുന്ന വാർത്തകൾ നിരീക്ഷിക്കുകയായിരിക്കും. എങ്ങോട്ടാണ് നമ്മൾ ഈ പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം നേരത്തെ തന്നെ സൈനിക വിന്യാസമൊക്കെ അമേരിക്ക നടത്തിയതാണ്. പല രീതിയിലുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇറാൻ മൈൻഡ് ചെയ്തില്ല. അതിന് പിന്നാലെ ഇന്ന് നടന്ന ആക്രമണം, അതും ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണമാണ്. അത് ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയവുമല്ല. എങ്ങനെയാണ് താങ്കൾ ഇത് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു ട്രയൽ റൺ ആണെന്നാണ്. കാരണം അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചാൽ അവരിത്രയും കൊണ്ടുവന്നിരിക്കുന്ന ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും എല്ലാം കൂടി ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമായിരിക്കും. അത് വളരെ അപകടം പിടിച്ചാണ്. അതൊരു റീജിയണൽ വാറായിട്ടെങ്കിലും മാറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. പക്ഷെ അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരിതിനെ പറ്റി മിസൈലിന്റെ കാര്യത്തിലും ന്യൂക്ലിയർ ആംസിന്റെ കാര്യത്തിലുമുള്ള ചർച്ചകൾ നടക്കുകയാണ്. വിയന്നയിൽ ഇനി അടുത്ത മൺഡേ മീറ്റിംഗ് വീണ്ടുമുണ്ട്. അപ്പോൾ അതുവരെ ഇവരൊന്നും ആക്രമണം നടത്തുകയില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. അതിന്റെ അവിടെ നിന്ന് ഈ ന്യൂക്ലിയർ കാര്യങ്ങളിൽ ഇറാൻ കുറെ വിട്ടുവീഴ്ചകളൊക്കെ നടത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ മിസൈലിന്റെ കാര്യത്തിലും ലിമിറ്റേഷൻ ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫൈനൽ ആകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു വാർണിംഗ് എന്നുള്ള തരത്തിലാണെന്ന് തോന്നുന്നു ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമായിരിക്കും. അങ്ങനെയാണ് തലത്തായിട്ട് ബോംബ് ചെയ്യുന്നു. പക്ഷെ അവർ തിരിച്ച് ബോംബ് ചെയ്യുന്നതും അതുപോലെ ഇസ്രായേലിലെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. അങ്ങനെ അത് അവസാനിച്ചു എന്ന് വരും. പക്ഷെ നമുക്ക് നോക്കേണ്ടത് തിങ്കളാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇറാനുമായിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടാവുമോ? ഉണ്ടായില്ലെങ്കിൽ വലിയൊരു യുദ്ധം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന്റെ ഒരു റിഹേഴ്സൽ പോലെയാണ് ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിച്ചത്. അപ്പൊ ഇതൊരു ലെസർ ഈവിൾ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ യുദ്ധം വരുന്നതിന് മുമ്പ് ഇനിയും ചാൻസ് ഉണ്ട്. മൺഡേ ഒരു അഗ്രിമെന്റിൽ എത്തിയാൽ ഒരുപക്ഷെ ഈ ഒരു വലിയ യുദ്ധം അവസാനിക്കാൻ കഴിഞ്ഞേക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഞാൻ ഇതിൽ കാണുന്നത്.